ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായി എൻ്റെ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഹെൽപ്പ് മീ ലോഡ് ചാനൽ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ചാനൽ കിട്ടും. ഞാനതിൽ ഇട്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനും സാധിക്കും. കൂടുതൽ ന്യൂ വീഡിയോസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പഴയ പേര് മാറ്റി പേജിൻ്റെ പേരും ഇപ്പോൾ ഹെൽപ്പ് മീ ലോഡ് എന്ന് തന്നെയാണ്. ആ പേജ് ലൈക്ക് ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് മെമ്പർ ആകാം. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ വിഷയം വളരെ ചെറുതും എന്നാൽ വളരെ പ്രയോജനമുള്ളതുമാണ്. നമ്മൾ പല ഡിഷുകളും ഉണ്ടാക്കുമ്പോൾ അതിൽ വളരെ അത്യാവശ്യമായ ഒന്നാണ് തേങ്ങാപ്പാൽ. എന്നാൽ ഈ തിരുമിയ തേങ്ങയിൽ നിന്നും തേങ്ങാപ്പാൽ നന്നായി കിട്ടണമെങ്കിൽ ചെറിയ ഒരു ടിപ്പുണ്ട്. പലർക്കും അറിയാവുന്നതാകാം, പലരും ചെയ്യുന്നതുമാകാം. അറിയാത്തവർക്കായി പറയുന്നു. ഇതൊരു പക്ഷെ കൂടുതലും പ്രയോജനപ്പെടുന്നത് പ്രവാസികൾക്കാണ്. കാരണം അവർക്ക് തിരുമിയ തേങ്ങയാണ് ഫ്രീസറിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നിട്ടും ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നത് പോലെ ഫുള്ളായിട്ടുള്ള തേങ്ങ മേടിച്ച് പൊട്ടിച്ച് അവർക്ക് ഒരു പരിധിവരെ കിട്ടണമെന്നില്ല. തിരുമിയ തേങ്ങയാണ് കൂടുതലും കിട്ടുന്നത്. അല്ലാതെ കിട്ടുന്നവരും ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തിരുമിയ തേങ്ങ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അതിൻ്റെ തണുപ്പ് കുറച്ച് മാറുന്നത് വരെ വെച്ചാൽ നല്ലത്. അതല്ല എങ്കിൽ ഡയറക്റ്റായും ഞാൻ ഈ പറയുന്ന ടിപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ തേങ്ങ വെച്ച് സൂക്ഷിക്കാത്തവർ, നമ്മുടെ നാട്ടിലുള്ളവരായാലും ഈ ടിപ്പ് ചെയ്താൽ വളരെ നല്ലതാണ്. ഈ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയിൽ ലേശം ചൂടുവെള്ളം ഒഴിക്കുക. അതിനുശേഷം ഡയറക്റ്റ് തേങ്ങ നല്ലതുപോലെ ഞെരടി പാലെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ച ശേഷം പാലെടുക്കാം. ഇത്രയും മാത്രം ഓർത്താൽ മതി. തേങ്ങയിൽ നിന്നും നന്നായി പാൽ കിട്ടണമെങ്കിൽ അതിൽ ലേശം ചൂടുവെള്ളം ഒഴിച്ച് പാലെടുക്കുക. തണുത്ത തേങ്ങയിൽ നിന്നൊരിക്കലും പാൽ നന്നായി കിട്ടില്ല. മിക്സിയിൽ ജസ്റ്റ് ഒന്നടിച്ച് പാലെടുക്കുന്നതാണ് കുറെ കൂടി നല്ലത്. ഫുൾ പാൽ നന്നായി കിട്ടും. അത് നല്ലതുപോലെ പിഴിയാനും സാധിക്കും. അപ്പോൾ ഇതിൽ ഒരു സംശയം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ കമൻ്റായി ഇടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.